ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്ന അടുത്ത ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് സർഫസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. വെക്റ്റർ കാൽക്കുലസ് എന്ന് പറഞ്ഞ ടോപ്പിക്, അതായത് 3 ഡയമെൻഷണൽ സ്പേസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്വാഡ്രാറ്റിക് സർഫസസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ക്വാഡ്രാറ്റിക് സർഫസസ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയാട്ടെ. A second degree equation ax squared plus bxy plus cy squared plus dxy plus ey plus f equal to 0. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോണിക് സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. കോർഡിനേറ്റ് ജോമെട്രി കഴിഞ്ഞ മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മൊഡ്യൂളിനകത്ത് നമ്മൾ കണ്ടതാണ് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് ആരെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കോണിക് സെക്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കോണിക് സെക്ഷൻ എന്ന് പറയുമ്പോൾ എലിപ്സ് ആകാം, ഹൈപ്പർബോളയാകാം. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ കിട്ടുന്നു. ഇനി ഇത് XYZ സിസ്റ്റത്തിലാണ്. അതേസമയം ഇക്വേഷൻ XY കോർഡിനേറ്റ് സിസ്റ്റം ആകുമ്പോഴത്തേനും ഇക്വേഷൻ എങ്ങനെ മാറുന്നു? ax സ്ക്വയർഡ് പ്ലസ് by സ്ക്വയർഡ് പ്ലസ് cz സ്ക്വയർഡ് പ്ലസ് dxy പ്ലസ് exz പ്ലസ് fyz പ്ലസ് gx പ്ലസ് hy പ്ലസ് iz പ്ലസ് ക്യാപിറ്റൽ J ഈക്വൽ ടു എ കോൺസ്റ്റന്റ് C എന്ന രീതിയിൽ മാറുന്നു. അതെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് കോൾഡ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എക്സ് വൈ ആൻഡ് ഇസഡ് ആയിരിക്കും. ഇതെന്താണ്? ഇത് എക്സിലും വൈയിലും ഇസഡിലുമുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. ദ ഗ്രാഫ് ഓഫ് സച്ച് ഇക്വേഷൻ, ഇങ്ങനെയുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് സർഫസസ് എന്നോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ക്വാഡ്രിസസ് എന്നോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ക്വാഡ്രാറ്റിക് സർഫസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് 6 ക്വാഡ്രാറ്റിക് സർഫസ് ആണ് കോമൺ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് എലിപ്സോയിഡ്, രണ്ടാമത്തേത് ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റ്, മൂന്നാമത്തേത് ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റ്, നാലാമത്തേത് എലിപ്റ്റിക് കോണ്, അഞ്ചാമത്തേത് എലിപ്റ്റിക് പരാബോളോയിഡ്, ആറാമത്തേത് ഹൈപ്പർബോളിക് പരാബോളോയിഡ്. അങ്ങനെ 6 കോമൺ ക്വാഡ്രാറ്റിക് സർഫസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഐഡൻറ്റിഫൈ ദ ക്വാഡ്രാറ്റിക് സർഫസസ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഈ സർഫസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും. ആ സർഫസിൻ്റെ ഇക്വേഷൻ നോക്കിയിട്ട് അത് ഏത് ക്വാഡ്രാറ്റിക് സർഫസ്, ഈ 6 എണ്ണത്തിൽ ഏത് ക്വാഡ്രാറ്റിക് സർഫസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒപ്പം അതിൻ്റെ ഫിഗർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രാറ്റിക് സർഫസ് എന്ന് പറയുന്നത് എലിപ്സോയിഡ് ആണ്. എലിപ്സോയിഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ബൈ ബി സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർഡ് ബൈ സി സ്ക്വയർഡ് ഈക്വൽ ടു 1 ആണ്. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് ക്വാഡ്രാറ്റിക് സർഫസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ എലിപ്സോയിഡ് എന്ന് വേണം ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അങ്ങനെ ഓരോന്നും തരുമ്പോൾ അതിൻ്റെ ആൻസർ അങ്ങനെയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആരുടെ ഇക്വേഷനാണ്? എലിപ്സോയിഡിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഇനി ആ എലിപ്സോയിഡിൻ്റെ ഫിഗർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കും എലിപ്സോയിഡിൻ്റെ ഫിഗർ വരുന്നത്. അതിൻ്റെ ട്രേസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ട്രേസ് ഇൻ ദ കോർഡിനേറ്റ് പ്ലെയിൻ ആർ എലിപ്സ് ആയിരിക്കും. കോർഡിനേറ്റ് പ്ലെയിൻ എന്താണ്? XYZ ആണ് നമ്മുടെ കോർഡിനേറ്റ് പ്ലെയിൻ. ആ കോർഡിനേറ്റ് പ്ലെയിനിനകത്ത് ട്രേസസ് എന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. ആസ് ആർ ദ ട്രേസസ് ഇൻ ദോസ് പ്ലെയിൻ ദാറ്റ് ആർ പാരലൽ ടു കോർഡിനേറ്റ് പ്ലെയിൻ ആയിരിക്കും ആൻഡ് ഇന്റർസെക്ട് ദ സർഫസ് ഇൻ മോർ ദാൻ 1 പോയിന്റ് ആയിരിക്കും. അതായത് കോർഡിനേറ്റ് പ്ലെയിനിലെ അതിൻ്റെ ട്രേസസുകൾ എലിപ്സ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് പ്ലെയിനിൽ എന്തായിരിക്കും? കോർഡിനേറ്റ് പ്ലെയിനിന് പാരലൽ ആയിരിക്കും. അതേപോലെ അത് സർഫസിൽ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് എലിപ്സോയിഡിന്റെ പ്രത്യേകത. അപ്പം എക്സ് സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ബൈ ബി സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർഡ് ബൈ സി സ്ക്വയർഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർഫസ് ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എലിപ്സോയിഡ് എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് സർഫസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് പ്ലെയിനിൽ എലിപ്സുകളായിരിക്കും. അതേപോലെ ട്രേസസ് എന്ന് പറയുന്ന ആ പ്ലെയിനിൽ അത് കോർഡിനേറ്റ് പ്ലെയിനിന് പാരലലും ആയിരിക്കും. അത് സർഫസിനകത്ത് ഒന്നിൽ കൂടുതൽ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എലിപ്സോയിഡിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യേണ്ട പോയിന്റുകൾ. ഓക്കെ ആണല്ലോ. അതിൻ്റെ ഫിഗർ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ജസ്റ്റ് ഫിഗർ വരയ്ക്കണമെങ്കിൽ ഈ രീതിയിൽ വേണം എലിപ്സോയിഡിന് ഫിഗർ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വാഡ്രാറ്റിക് സർഫസ് ഏതാണ്? ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പം എക്സ് സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ബൈ ബി സ്ക്വയർഡ് മൈനസ് ഇസഡ് സ്ക്വയർഡ് ബൈ സി സ്ക്വയർഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർഫസ് ഏതിൻ്റെയാണ്? ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റ് ആണ് അതിൻ്റെ ക്വാഡ്രാറ്റിക് സർഫസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റ് എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് സർഫസിൻ്റെ ഇക്വേഷൻ x squared by a squared plus y squared by b squared minus z squared by c squared equal to 1 ആയിരിക്കും.
അതിൻ്റെ ഫിഗർ ദാ XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് അതിൻ്റെ ഫിഗർ ദാ ഈ രീതിയിലായിരിക്കും വരുന്നത്. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ചോദിച്ചാൽ ദാ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദ ട്രേസ് ഇൻ ദ XY പ്ലെയിൻ ഈസ് ആൻ എലിപ്സ്. അതായത് XY പ്ലെയിനിൽ എന്താണ് ദാ ഇതല്ല XY, ഇത് X ആക്സിസും ഇത് Y ആക്സിസും. XY പ്ലെയിനിൽ അതിൻ്റെ ട്രേസ് എന്തായിരിക്കും? XY പ്ലെയിനിൽ അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എലിപ്സ് ആയിരിക്കും. ദ ട്രേസ് ഇൻ ദ XY പ്ലെയിൻ ഈസ് ആൻ എലിപ്സ് ആസ് ആർ ദ ട്രേസസ് ഇൻ പ്ലെയിൻ പാരലൽ ടു ദ XY പ്ലെയിൻ ആയിരിക്കും. XY പ്ലെയിനിൽ അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എലിപ്സ് ആണ്, അത് XY പ്ലെയിനിൽ പാരലൽ ആയിരിക്കും. ഓക്കെ, ഇനി ദ ട്രേസസ് ഇൻ ദോസ് പ്ലെയിൻ ദാറ്റ് ആർ പാരലൽ ടു ദീസ് ആൻഡ് ഡു നോട്ട് പാസസ് ത്രൂ X or Y ഇന്റർസെപ്റ്റ്. അത് XY പ്ലെയിനിൽ പാരലൽ ആണെന്ന് പറയുമ്പോൾ അത് എക്സിൻ്റെയോ വൈയുടെയോ ഇന്റർസെപ്റ്റ് കൂടെ അത് എന്ത് ചെയ്യത്തില്ല? പാസ് ചെയ്യത്തില്ല. അറ്റ് ദീസ് ഇന്റർസെപ്റ്റ്, ഈ ഇന്റർസെപ്റ്റുകളിൽ ദ ട്രേസസ് ആർ പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ട്രേസസുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസുകളായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളോയിഡ് ഓഫ് വൺ ഷീറ്റ് എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് സർഫസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് XY പ്ലെയിനിൽ എലിപ്സ് ആയിരിക്കും. ആൻഡ് ആസ് ആർ ദ ട്രേസസ് ഇൻ ദ പ്ലെയിൻ എന്ന് പറയുന്നത് പാരലൽ ടു ദ XY പ്ലെയിൻ ആണ്. ഇനി ദ ട്രേസസ് ഇൻ ദോസ് പ്ലെയിൻ, ആ പ്ലെയിനിലെ ട്രേസസുകൾ എന്ന് പറയുന്നത് ദാറ്റ് ആർ പാരലൽ ടു the traces in the XY plane. ഇവിടെ ഒരു സെന്റൻസ് മിസ്സായിട്ടുണ്ട്. The traces in the XY plane is an ellipse as are the traces in the plane പാരലൽ ടു ദ XY പ്ലെയിൻ ആയിരിക്കും. അതെന്താണ്? XY പ്ലെയിനിലെ ട്രേസസുകൾ എലിപ്സ് ആണ്, അത് XY പ്ലെയിനിന് പാരലൽ ആയിരിക്കും. ഇനി ദ ട്രേസസ് ഇൻ ദ YZ പ്ലെയിൻ, ഇവിടെ ഒരു സെന്റൻസ് എഴുതി ചേർക്കണം വരുന്നേ. ദ ട്രേസസ് ഇതിന് മുകളിലായിട്ട് എഴുതി ചേർത്തോണം. ദ ട്രേസസ് ഇൻ ദ YZ പ്ലെയിൻ, YZ പ്ലെയിനുകളിലെ ട്രേസസ് എന്ന് പറഞ്ഞാൽ ആർക്ക് പാരലാണ്? ദ ട്രേസസ് ഇൻ ദ YZ പ്ലെയിനുമുണ്ട്, പിന്നെ ഏത് പ്ലെയിനുണ്ട്? XZ പ്ലെയിനുമുണ്ട്. ദ ട്രേസസ് ഇൻ ദ YZ പ്ലെയിൻ ആൻഡ് XZ പ്ലെയിൻ. ഓക്കെ, ദ ട്രേസസ് ഇൻ ദ YZ പ്ലെയിനും അതേപോലെ എന്താണ്? XZ പ്ലെയിൻ ഉണ്ട്. ഈ രണ്ട് പ്ലെയിനുകളിലെയും ട്രേസസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഹൈപ്പർബോളാസ് ആയിരിക്കും. ഓർ എന്താണ്? YZ പ്ലെയിനിലെയും XZ പ്ലെയിനിലെയും ട്രേസസുകൾ എന്താണ്? ഹൈപ്പർബോളാസ് ആയിരിക്കും. ദ ട്രേസസ് ഇൻ ദ YZ പ്ലെയിൻ ആൻഡ് XZ പ്ലെയിൻ ആർ ഹൈപ്പർബോളാസ് ആയിരിക്കും. ഇനി ആൻഡ് ആസ് ആർ ദ ട്രേസസ് ഇൻ ദോസ് പ്ലെയിൻസ് ദാറ്റ് ആർ പാരലൽ ടു ദീസ്. ആൻഡ് അതിന് ശേഷമാണ് ഈ സെന്റൻസ് ചേർക്കാനായിട്ട്. ആൻഡ് ആസ് ആർ ദ ട്രേസസ് ഇൻ ദോസ് പ്ലെയിൻ ദാറ്റ് ആർ പാരലൽ ടു ദീസ് ആയിരിക്കും. ഇനി അത് എവിടെ കൂടെ പാസ് ചെയ്യത്തില്ല? എക്സോ വൈയോ ഇന്റർസെപ്റ്റ് കൂടെ പാസ് ചെയ്യുന്നില്ല. ആ ഇന്റർസെപ്റ്റുകളിലെ ആ ട്രേസസുകൾ എന്തായിരിക്കും? പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഹൈപ്പർബോളോയിഡ് ഓഫ് വൺ ഷീറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പം XY പ്ലെയിനിലെ ട്രേസുകൾ എലിപ്സ് ആണ്. ആ പ്ലെയിനിൽ അത് XY പ്ലെയിനിന് പാരലൽ ആയിരിക്കും. YZ പ്ലെയിനിലെയും XZ പ്ലെയിനിലെയും ട്രേസുകൾ ഹൈപ്പർബോളാസ് ആണ്. ആ പ്ലെയിനിൽ ആ ട്രേസസുകൾ എന്തായിരിക്കും? അതിന് പാരലായിരിക്കും. അത് എക്സോ വൈയോ ഇന്റർസെപ്റ്റ് കൂടെ പാസ് ചെയ്യത്തില്ല. ആ ഇന്റർസെപ്റ്റുകളിലെ ട്രേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തേത് അതിന്റെ ഫിഗർ ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇനി തേർഡ് വൺ പറയുന്നത് ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ്സ് ആണ്. അപ്പം Z²/C² മൈനസ് X²/A² മൈനസ് Y²/B² = 1. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ആരെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ് എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് സർഫസിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന്റെ ഫിഗർ ഈ രീതിയിലാണ് വരുന്നത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് there is no trace in the XY plane. XY പ്ലെയിനിൽ എന്തില്ല? ട്രേസസുകളില്ല. there is no trace in the XY plane. in plane parallel to the XY plane. പ്ലെയിന് XY പ്ലെയിനിന് പാരലൽ ആണെന്ന് പറഞ്ഞാൽ that intersect the surface in more than one point. അത് ആ സർഫസിൽ എന്ത് ചെയ്യുന്നു? മോർ ദാൻ വൺ പോയിന്റിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദ ട്രേസസ് ആർ എലിപ്സ് ആയിരിക്കും. പിന്നെ ഇൻ ദ YZ ആൻഡ് XZ പ്ലെയിൻ, YZ ഉം XZ പ്ലെയിനിലും ട്രേസസ് എന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. ആസ് ആർ ദ ട്രേസസ് ഇൻ ദോസ് പ്ലെയിൻസ് ദാറ്റ് ആർ പാരലൽ ടു ദീസ് ആയിരിക്കും. അത് ഈ പ്ലെയിൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതായത് ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ് എന്ന് പറഞ്ഞാൽ Z²/C² മൈനസ് X²/A² മൈനസ് Y²/B² = 1 ആണ്. ഈ സർഫസ് ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ് എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് സർഫസിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്.
അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ there is no trace in the xy plane. xy പ്ലെയിനിൽ ട്രേസസ് ഇല്ല. ഇൻ പ്ലെയിൻ പാരലൽ ടു ദ xy പ്ലെയിൻ. xy പ്ലെയിനിന് പാരലൽ ആകുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് that are intersect the surfaces in more than one point. The traces are ellipse. അതായത് അത് ആ പ്ലെയിൻ അത് ആർക്ക് പാരലൽ ആയിരിക്കും? അവിടെ xy പ്ലെയിനിൽ ട്രേസസ് ഇല്ല. ആ പ്ലെയിനിൽ അത് പ്ലെയിൻ ആർക്ക് പാരലൽ ആയിരിക്കും? xy പ്ലെയിനിന് പാരലൽ ആയിരിക്കും. അത് സർഫസിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ട്രേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. അതേപോലെ ഇൻ YZ ആൻഡ് XZ പ്ലെയിൻ, YZ പ്ലെയിനിലും XZ പ്ലെയിനിലെയും ട്രേസസ് എന്തായിരിക്കും? ഹൈപ്പർബോളാസ് ആയിരിക്കും. ആസ് ആർ ദ ട്രേസസ് ഇൻ ദ പ്ലെയിൻ ദാറ്റ് ആർ പാരലൽ ടു ദീസ്. ആ ട്രേസസുകൾ ആ പ്ലെയിനിൽ എന്താണ്? XZ-നും YZ-നും പാരലൽ ആയിരിക്കും. ഇതാണ് ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി തേർഡ് വൺ നോക്കിയട്ടെ. തേർഡ് വൺ എലിപ്റ്റിക് കോൺ ആണ്. Z² ഈക്വൽ ടു x² ബൈ a² പ്ലസ് y² ബൈ b². ഈ ഒരു ഇക്വേഷൻ ഏത് സർഫസിനെയാണ് പറയുന്നത്? എലിപ്റ്റിക് കോൺ എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് സർഫസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഫിഗർ ഇതാ ഈ രീതിയിലാണ് എലിപ്റ്റിക് കോണിന്റെ ഫിഗർ വരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ദ ട്രേസ് ഇൻ ദ XY പ്ലെയിൻ ഈസ് എ പോയിന്റ്. XY പ്ലെയിനിനകത്തെ ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എ പോയിന്റ് ആയിരിക്കും. ഇനി ദ ട്രേസസ് ഇൻ പ്ലെയിൻസ് ടു ദ XY പ്ലെയിൻ ആർ എലിപ്സ് ആയിരിക്കും. അതേപോലെ ട്രേസസ് ഇൻ പ്ലെയിൻ പാരലൽ ടു ദ XY പ്ലെയിൻ, XY പ്ലെയിനിന് പാരലൽ ആകുന്ന ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ എലിപ്സസ് ആയിരിക്കും. ഇനി ട്രേസസ് ഇൻ ദ YZ ആൻഡ് XZ പ്ലെയിൻ, YZ പ്ലെയിനിലെയും XZ പ്ലെയിനിലെയും ട്രേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ പെയേഴ്സ് ഓഫ് ഇന്റർസെക്റ്റിംഗ് അറ്റ് ദ ഒറിജിൻ ആയിരിക്കും. അവിടെ പെയേഴ്സ് ഓഫ് ലൈൻ എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? ഒറിജിനൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ദ ട്രേസസ് ഇൻ പ്ലെയിൻസ് പാരലൽ ടു ദീസ് ആർ ഹൈപ്പർബോളാസ് ആയിരിക്കും. ഇതിന് പാരലൽ ആകുന്ന ട്രേസസുകൾ എന്തായിരിക്കും? ഹൈപ്പർബോളാസും ആയിരിക്കും. ഓക്കെ, അപ്പം Z² ഈക്വൽ ടു x² ബൈ a² പ്ലസ് y² ബൈ b². അത് ആരെയെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഫിഗർ ഐഡന്റിഫൈ ചെയ്യുന്നത് എലിപ്റ്റിക് കോണിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? XY പ്ലെയിനിലെ ട്രേസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആയിരിക്കും. പിന്നെ ട്രേസസ് ഇൻ ദ പ്ലെയിൻ എന്ന് പറയുന്നത് പാരലൽ ടു ദ XY പ്ലെയിൻ. അതായത് XY പ്ലെയിനിന് പാരലൽ ആകുന്ന ട്രേസസ് എന്ന് പറയുന്നത് എലിപ്സ് ആയിരിക്കും. ഇനി ട്രേസസ് ഇൻ ദ YZ ആൻഡ് XZ പ്ലെയിൻ, XZ പ്ലെയിനിലെയും YZ പ്ലെയിനിലെയും ട്രേസസുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ പെയേഴ്സ് ഓഫ് ലൈൻസ് ആയിരിക്കും ഇന്റർസെക്റ്റിംഗ് അറ്റ് ദ ഒറിജിൻ. YZ പ്ലെയിനിലെയും XZ പ്ലെയിനിലെയും ട്രേസസുകൾ എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് ലൈൻസ് ആയിരിക്കും. അത് ഒറിജിനൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ദ ട്രേസസ് ഇൻ പ്ലെയിൻസ് എന്ന് പറയുന്നത് പാരലൽ ടു ദീസ് ആർ ഹൈപ്പർബോളാസ് ആയിരിക്കും. ആ പ്ലെയിനുകളിലെ ട്രേസസ് എന്ന് പറയുന്നത് പാരലൽ ടു ഈ ഹൈപ്പർബോളയ്ക്ക് പാരലലുമായിരിക്കും. ഇതാണ് എലിപ്റ്റിക് കോണിന്റെ പ്രത്യേകത പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അടുത്തതോ അതിന്റെ ഫിഗർ ഇതാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എലിപ്റ്റിക് പരാബോളയുടെ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ക്വാഡ്രാറ്റിക് സർഫസ് Z ഈക്വൽ ടു x² ബൈ a² പ്ലസ് y² ബൈ b² എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സർഫസ് ഐഡന്റിഫൈ ചെയ്യുന്ന എലിപ്റ്റിക് പരാബോളോയിഡിനെയാണ്. എലിപ്റ്റിക് പരാബോളോയിഡിന്റെ ഫിഗർ ഇതാ ഈ രീതിയിലാണ് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ട്രേസ് ഇൻ ദ XY പ്ലെയിൻ ഈസ് എ പോയിന്റ്. XY പ്ലെയിനിലെ ട്രേസ് എന്ന് പറയുന്നത് പോയിന്റ് ആയിരിക്കും. ഇനി ദ ട്രേസസ് ഇൻ പ്ലെയിൻസ് പാരലൽ ടു ആൻഡ് എബവ് ദ XY പ്ലെയിൻ ആർ എലിപ്സ്. XY പ്ലെയിനിന് മുകളിലും താഴെയുമായിട്ട് അതിനോട് പാരലൽ ആകുന്ന ട്രേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. ഇനി ദ ട്രേസസ് ഇൻ ദ YZ ആൻഡ് XZ പ്ലെയിൻ, XZ പ്ലെയിനിലെയും YZ പ്ലെയിനിലെയും ട്രേസസുകൾ എന്തായിരിക്കും? ആർ പരാബോള ആയിരിക്കും. അത് പരാബോളാസ് ആയിരിക്കും. ആസ് ആർ ദ ട്രേസസ് ഇൻ ദ പ്ലെയിൻ ആർ പാരലൽ ടു ദിസ്. അവിടുത്തെ ട്രേസസുകൾ ഇതിന് പാരലലും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതായത് എലിപ്റ്റിക് പരാബോളയുടെ പ്രത്യേകത എന്താണ്? അവിടുത്തെ XY പ്ലെയിനിലെ ട്രേസസ് എന്ന് പറയുന്നത് പോയിന്റ് ആണ്. അതേപോലെ ട്രേസസ് ഇൻ ദ പ്ലെയിൻ എന്ന് പറയുന്നത് പാരലൽ ടു ദ എബോവ് XY ആൻഡ് XY പ്ലെയിന് എബോവ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അത് എലിപ്സ് ആണ്. പിന്നെ ട്രേസസ് ഇൻ ദ YZ പ്ലെയിനിലെയും XZ പ്ലെയിനിലെയും ട്രേസസുകൾ എന്താണ്? പരാബോളയാണ്. സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്. ഇത് സ്പെല്ലിംഗ് പരാബോളയാണ്. ഓക്കെ, അതായത് YZ-ലെയും XZ-ലെയും ട്രേസസുകൾ എന്തായിരിക്കും? പരാബോളയായിരിക്കും. ആസ് ആർ ദ ട്രേസസ് ഇൻ ദ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിന് പാരലലും ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ക്വാഡ്രാറ്റിക് സർഫസ് Z ഈക്വൽ ടു y² ബൈ b² മൈനസ് x² ബൈ a². ഇത് ആരുടെ ക്വാഡ്രാറ്റിക് സർഫസ് ആണ്?
ഹൈപ്പർബോളിക് പരാബോളോയിഡ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ദ ട്രേസ് ഇൻ ദ XY പ്ലെയിൻ ഈസ് എ പെയർ ഓഫ് ലൈൻസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് ദ ഒറിജിൻ ആയിരിക്കും. അതായത് XY പ്ലെയിനിലെ ട്രേസ് എന്ന് പറയുന്ന പെയർ ഓഫ് ലൈൻസ് ആയിരിക്കും. അത് ഒറിജിനൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ട്രേസസ് ഇൻ ദ പ്ലെയിൻ പാരലൽ ടു XY പ്ലെയിൻ ആർ ഹൈപ്പർബോള ആയിരിക്കും. XY പ്ലെയിനിന് പാരലൽ ആകുന്ന ട്രേസ് എന്ന് പറയുന്നത് ഹൈപ്പർബോള ആയിരിക്കും. ഇനി ദ ഹൈപ്പർബോള എബോവ് XY പ്ലെയിൻ ഓപ്പൺ ഇൻ Y ഡയറക്ഷൻ. XY പ്ലെയിനിന് എബോവ് ആയിട്ടുള്ള ഹൈപ്പർബോള Y ഡയറക്ഷനിലോട്ട് ഓപ്പൺ ആകുന്നു. ആൻഡ് ദിയോസ് ബിലോ ഇൻ ദ X ഡയറക്ഷൻ. അതിന്റെ താഴോട്ടുള്ള പോർഷൻ X ഡയറക്ഷനിലോട്ട് ഓപ്പൺ ആകുന്നു. ദ ട്രേസസ് ഇൻ ദ YZ ആൻഡ് XZ പ്ലെയിൻസ് ആർ ഹൈപ്പർബോള ആയിരിക്കും. YZ-ലെയും XZ-ലെയും ട്രേസസുകൾ എന്ന് പറയുന്ന ഹൈപ്പർബോള ആയിരിക്കും. ആസ് ആർ ദ ട്രേസസ് ഇൻ പ്ലെയിൻ പാരലൽ ടു ദീസ്. അവിടുത്തെ ട്രേസസുകൾ എന്ന് പറഞ്ഞാൽ ഇതിന് പാരലൽ ആയിരിക്കും. ഓക്കെ, ഹൈപ്പർബോളിക് പരാബോളോയിഡിന്റെ ഷേപ്പ് ഈ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ മെയിനായിട്ട് 6 ക്വാഡ്രാറ്റിക് സർഫസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 6 ക്വാഡ്രാറ്റിക് സർഫസ് പഠിക്കുമ്പോഴും അതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകതകളൂടെ പഠിച്ചു വെച്ചോണം. ഒന്ന്, എന്താണ് ആ ക്വാഡ്രാറ്റിക് സർഫസിന്റെ ഇക്വേഷൻസ് എന്ന് പഠിച്ചു വെക്കണം. അത് ഓരോ പ്ലെയിനിലും എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ, അല്ലെങ്കിൽ എന്താണ് പോയിന്റ് ആണോ, അല്ലെങ്കിൽ പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണോ, ഇത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചണം. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ബോക്സ് ആയിട്ട് എഴുതി പഠിച്ചു നോക്കണം. ഇപ്പം എലിപ്സോയിഡ് ആണ് എടുക്കുന്നതെങ്കിൽ എലിപ്സോയിഡിനകത്ത് എന്താണ് കോർഡിനേറ്റ് പ്ലെയിനിനകത്തെ ട്രേസ് എലിപ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ അതിനകത്തെ ട്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണ് പാരലൽ ടു കോർഡിനേറ്റ് പ്ലെയിനിന് പാരലൽ ആയിരിക്കും. അത് ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ക്വാഡ്രാറ്റിക് സർഫസ് എന്ന് പറയുന്നത് എലിപ്സോയിഡ് ആണ്. കോർഡിനേറ്റ് പ്ലെയിനിൽ അതിന്റെ ട്രേസ് എന്ന് പറയുന്നത് എലിപ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് എലിപ്സോയിഡിന്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? XY പ്ലെയിനിൽ അതിന്റെ ട്രേസ് എന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. YZ പ്ലെയിനിലും XZ പ്ലെയിനിലും അതിന്റെ ട്രേസ് എന്താണ്? ഹൈപ്പർബോളയാണ്. ഇനി ആ പോയിന്റുകൾ എക്സും വൈയും ഇന്റർസെപ്റ്റുകളിൽ അതിന്റെ ട്രേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. അതാണ് ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റിന്റെ പ്രത്യേകത. ഇനി ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റ് ആണെങ്കിൽ എന്താണ്? XY പ്ലെയിനിൽ അതിന് ട്രേസസുകൾ കാണത്തില്ല. ആ XY പ്ലെയിനിൽ അത് സർഫസിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ട്രേസസുകൾ എലിപ്സ് ആയിരിക്കും. YZ-ഉം XZ പ്ലെയിനിലെ ട്രേസസുകൾ എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോള ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? എലിപ്റ്റിക് കോൺ. എലിപ്റ്റിക് കോണിന്റെ പ്രത്യേകത എന്താണ്? XY പ്ലെയിനിൽ അതിന്റെ ട്രേസ് എന്ന് പറയുന്നത് പോയിന്റ് ആയിരിക്കും. അതേപോലെ എന്താണ്? YZ-ഉം XZ പ്ലെയിനിലെ ട്രേസസ് എന്ന് പറയുന്നത് എന്താണ്? പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് അറ്റ് ഒറിജിൻ ആയിരിക്കും. ആ ട്രേസസിലെ പ്ലെയിൻ പാരലൽ ടു ദ ഹൈപ്പർബോളാസ് ആയിരിക്കും. അടുത്തത് എലിപ്റ്റിക് പരാബോളോയിഡ്. എലിപ്റ്റിക് പരാബോളോയിഡിന്റെ പ്രത്യേകത എന്താണ്? XY പ്ലെയിനിലെ ട്രേസ് പോയിന്റ് ആയിരിക്കും. അവിടുത്തെ ട്രേസ് അതിന് പാരലൽ ആയിരിക്കും. എബോവ് XY പ്ലെയിനിൽ എലിപ്സ് ആണ്. YZ-ഉം XZ പ്ലെയിനിലെ ട്രേസസുകൾ എന്ന് പറഞ്ഞാൽ ആസ് ദ ട്രേസ് പാരലൽ ടു ദീസ് ആയിരിക്കും. YZ-ഉം XZ പ്ലെയിനിലെ ട്രേസസുകൾ പരാബോള ആയിരിക്കും. ലാസ്റ്റ് എന്താണ്? ഹൈപ്പർബോളിക് പരാബോളോയിഡ് ആണ്. XY പ്ലെയിനിലെ ട്രേസ് എന്ന് പറയുന്നത് പെയർ ഓഫ് ലൈൻസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് ദ ഒറിജിൻ ആയിരിക്കും. എബോവ് XY പ്ലെയിനിലെ ഹൈപ്പർബോള Y ഡയറക്ഷനിൽ ഓപ്പൺ ആകുന്നു. ബിലോ XY പ്ലെയിനിലെ പരാബോള X ഡയറക്ഷനിൽ ഓപ്പൺ ആകുന്നു. YZ-ഉം XZ-ലെയും ട്രേസസുകൾ എന്തായിരിക്കും? പരാബോള ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് പ്രത്യേകതയായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം. ചിലപ്പം അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ചോദിക്കാം. അത് പഠിച്ചു വെച്ചോണം. ഓക്കെ.